ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കൂൾ ഡ്രിങ്ക്സാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ മൊജിറ്റോ കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ കിടിലൻ ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. ഇഫ്താറിനായാലും നമുക്ക് ചൂടൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടാണെങ്കിലും നല്ലൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് സ്ലൈസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യുന്നത് ആ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 കഷ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മിൻറ്റ് ലീഫാണ് ഇട്ട് കൊടുക്കുന്നത്. പുതിനയിലുണ്ടല്ലോ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റുള്ള മധുരം തന്നെയാണിത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു തവികൊണ്ടിൻ്റെ പുറകിലാണെങ്കിൽ സ്പൂണിൻ്റെ പുറകു വശം വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ അങ്ങ് കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുത്തി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലവണ്ണം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പുതിനയിലയും പഞ്ചസാരയും ചെറുനാരങ്ങയൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സായിട്ട് ചെറുനാരങ്ങയുടെ നീരൊക്കെ നല്ലവണ്ണം കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ കുത്തുന്ന സമയത്ത് ഒരുപാട് സ്പീഡാക്കി കുത്തണം കേട്ടോ. ചില്ലിൻ്റെ ഗ്ലാസ് ആണല്ലോ, അപ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കെയർ ചെയ്തിട്ട് ഇതുപോലെ പതുക്കെ കുത്തി കൊടുത്താൽ മതി. ഒരു 3-4 മിനിറ്റിന് ശേഷം ഇതുപോലെ അങ്ങ് ജ്യൂസായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. പുതിനയിലൊക്കെ നല്ലവണ്ണം ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചതയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാർ എടുക്കരുത് കേട്ടോ. ഇതുപോലെ തന്നെ കുത്തി കൊടുക്കണേ. പിന്നെ ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഡ്രിങ്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മൊജിറ്റോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സോഡയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാറുള്ളത്. ഞാൻ ഈ ടില്ലോ എന്നിട്ടുള്ള ഈ ഒരു വെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഡ്രിങ്ക് ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. സ്പ്രൈറ്റ് ആണെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ സോഡ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ അതുപോലെ അടിഭാഗത്ത് നല്ലവണ്ണം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാരയൊക്കെ മുകൾ ഭാഗത്ത് എത്തണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ടാണ് ബാക്കിയുള്ള ഡ്രിങ്ക്സ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഐസ് ക്യൂബ്സിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും കഴിയും. നല്ലൊരു ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡ്രിങ്ക് തന്നെയാണിത്. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കിടിലൻ ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ ഞാനിതൊരു സൈഡിൽ ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം വെച്ചു എന്നുള്ളൂ കേട്ടോ. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടേ ഉള്ളൂ എന്നുള്ളൂ, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.